കേരള പോലീസ് പഴഞ്ചൻ അന്വേഷണം പോലും ലജ്ജിപ്പിക്കുന്നത് ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജാവിന്റെ കാലത്തെ കാൽച്ചട്ട പോലീസിന്റെ അവസ്ഥയിൽ നിന്നും ഈ ദിവസം വരെ കേരള പോലീസ് ഒരു പടി മുന്നോട്ട് പോയിട്ടില്ലെന്ന് പുതിയ വിലയിരുത്തൽ. കേസുകളിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് ശ്രമിക്കാതെ പരമ്പരാഗത രീതികൾ തന്നെ പോലീസ് പിന്തുടരുന്നതിനാൽ പിഴവ് സംഭവിക്കുന്നതായും കുറ്റവാളികൾ രക്ഷപ്പെടുന്നതായും ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇപ്പോഴും പ്രതികളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി മുതുകത്ത് ഇടിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ വരെ തലയ്ക്കടിച്ചേൽപ്പിക്കുന്ന പ്രാകൃത രീതിയാണ് ക്രമസമാധാന പാലകരായ നമ്മുടെ പോലീസ് അവലംബിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ഇതുമൂലം ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടുന്നതായും കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. കുറ്റം തെളിയിക്കപ്പെടാതെ തന്നെ പൗരന്മാരെ പൊതുനിരത്തിൽ കൂട്ടത്തോടെ പോലീസ് കുപ്പായത്തിലെത്തി മർദ്ദിക്കുകയും അസഭ്യവർഷം ചൊരിയുന്നതും കേരള പോലീസ് പതിവാക്കിയതായും കോടതി നിരീക്ഷിച്ചു. ഇത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നതായും കോടതി വ്യക്തമാക്കി. പ്രോസിക്യൂഷന്റെ വാദം ഇതിനാൽ ദുർബലപ്പെടുന്നു. അതിനാൽ ശാസ്ത്രീയ അന്വേഷണം, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് വി ബാലകൃഷ്ണയ്യരും പറഞ്ഞു. അതിനാൽ ശാസ്ത്രീയ അന്വേഷണം, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് വി ബാലകൃഷ്ണനും ഉൾപ്പെട്ട ബെഞ്ച് വിലയിരുത്തി. പോലീസിലെ തുടക്കക്കാർക്കും ശാസ്ത്രീയ അന്വേഷണ രീതികൾ മനസ്സിലാക്കാൻ ആഭ്യന്തര വകുപ്പ് നൽകുന്ന കേന്ദ്രീകൃത വിജ്ഞാപന സംവിധാനം സ്ഥാപിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണത്തിന് ആധുനിക ശാസ്ത്രീയ രീതികളും സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്ത ശിക്ഷ റദ്ദാക്കിയ ഉത്തരവിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. പ്രതിയുടെ രോഗാവസ്ഥ, ചികിത്സ എന്നിവയുടെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ഹാജരാക്കിയില്ല. പ്രതി നേരിടുന്ന മാനസിക വെല്ലുവിളികൾ സംബന്ധിച്ച് ബാക്കി മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയില്ല. ഇവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് 2018 നടന്ന സംഭവത്തിൽ കൊലക്കുറ്റം റദ്ദാക്കിയത്. കേരള പോലീസ് ഇനിയെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലീസ് അവലംബിക്കുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ കുറ്റാന്വേഷണം നടത്തണമെന്നും കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ഹാജരാക്കണമെന്നും കോടതി ആവർത്തിച്ചു. അല്ലാത്തപക്ഷം പ്രോസിക്യൂഷന് നല്ല രീതിയിൽ കേസ് വാദിക്കാൻ സാധിക്കാതെ വരികയും കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു.